Hi friends, welcome back to my channel. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അതായത് എൻ്റെ ഡെയിലി ക്ലീനിങ് റൊട്ടീനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലീനിങ്ങിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഡെയിലി നടക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ആ ചെരുപ്പൊക്കെ എമീൻ്റെ പണിയാണ് കേട്ടോ വലിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം അലങ്കോലായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് ഡെയിലി എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യം തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം വീടല്ല കേട്ടോ. നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് താമസിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് ജോലി ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഫ്ലാറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മേലത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. അതിൻ്റെ മേലോട്ട് വേറെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്പിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഏകദേശം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ, മൊത്തം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എമിമോക്കാണ് കേട്ടോ. അവളെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഓരോ ടൈമിലും എന്തൊക്കെ പണി ഒപ്പിക്കാമെന്ന് ആലോചിച്ചാട്ടോ അവൾ നടക്കുന്നത് തന്നെ. അപ്പോൾ അതിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ ഒരു വീട് എന്ന് പറയുന്നത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു വീടാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് താമസിക്കാൻ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു വീടാണിത്. അപ്പം നമ്മൾ ഏറിപ്പോയ 2-3 വർഷം മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. താൽക്കാലികമായിട്ട് വന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ വീട് പണിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല വീടൊക്കെ ആയതിന് ശേഷം നമ്മൾ അവിടെ നിന്നുള്ള ഹോം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനൊരു ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ക്ലീനിങ്ങിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട്. ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിലും ഹോം ടൂർ ആണെങ്കിലും അതുപോലെ ഡേ മൈ ലൈഫ് ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അതേ മൈൻഡുള്ള ആൾക്കാരുണ്ട്, അവർക്കും ഇത് കാണാമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്. അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിടക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു റൂമാണ്. കാരണം ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളാണെങ്കിലും മക്കളെ സ്റ്റഡി ടേബിളും അങ്ങനത്തെ കുട്ടികളെ ടോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ റൂമിലാണ് കേട്ടോ വെക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു റൂമിൽ നമ്മൾ ഉറങ്ങുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമേ ഇങ്ങോട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു റൂമിൽ പ്രത്യേകിച്ച് വേറെ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ബെഡ്ഷീറ്റ് വിരിച്ചിടുക, ഒന്ന് തൂത്തുവാരി ക്ലീനാക്കി ഇട്ടേക്കുക. ആ ഒരു കാര്യം മാത്രമേ ഈ ഒരു റൂമിൽ നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയൊക്കെ മറ്റേ റൂമിലാണ്. നമ്മളിവിടെ വന്ന ടൈമിൽ നമുക്കിവിടെ നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റൂമിൽ നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ നെറ്റ്. ഭയങ്കര ഡിസ്കംഫർട്ടാണ് കേട്ടോ ഉറങ്ങുന്ന സമയത്തൊക്കെ. അപ്പം ഞാനിപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊതുകിൻ്റെ ശല്യം നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഞാനതൊക്കെ റിമൂവ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം മഴയാകുമ്പോൾ വീണ്ടും കെട്ടേണ്ടി വരും. ആ സമയമാകുമ്പോൾ കൊതുക് പിന്നെയും കൂടുമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ ബാക്കിയൊക്കെ ഇവിടെ അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബെഡിൽ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കല്യാണമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തൂത്തുവാരി തുടച്ചിടുന്നൊരു കാര്യം ഈ ഒരു റൂമിലുള്ളൂ. അപ്പോൾ അതിനിടയിൽ എമി ഓരോ കളികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് അവൾ ഓരോ കോമാളിത്തരങ്ങളൊക്കെ കാണുന്നത്. പക്ഷേങ്കിൽ അവളൊരു കാര്യം, അവൾ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫുൾ ടൈം അവൾ എൻ്റെ പിറകെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യുമ്പോൾ അവളുണ്ടാവും എൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങുന്ന ടൈമിലൊന്നും എനിക്ക് ക്ലീൻ ആക്കലൊന്നും നടക്കില്ല. കാരണം അവൾ രാവിലെ ആണെങ്കിൽ ഏർലി മോർണിംഗ് അവൾ എണീക്കും. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവൾ ഉറങ്ങിയിട്ടൊരു പണിയും എനിക്ക് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മളിവിടെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനിടയിൽ ഒരാൾ 2-3 പാവക്കുട്ടീനൊക്കെ എടുത്തിട്ട് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അതവളെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അടുത്ത ബെഡ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂമിലാണ് കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും ഉള്ളത്. നമ്മളിപ്പോൾ ഡ്രസ്സ് വെക്കുന്ന അലമാര ആണെങ്കിലും മോളെ സ്റ്റഡി ടേബിൾ ആണെങ്കിലും മക്കളെ ടോയ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിലാണ് വെക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടുള്ള റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂം പിന്നെ യൂസ് ചെയ്യാൻ ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളൂ. ഞാനും ഹസ്ബൻഡും ഞങ്ങൾ 2 മക്കളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൂം നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റൂമിലാണ് കൊണ്ടുവെക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡ്രസ്സാണെങ്കിലും ഒരു
ഒരു പെൻസിലാണെങ്കിലും പെന്നാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു റൂമിൽ തന്നെയാണ് കൊണ്ടിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തികേടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. മോളെ സ്റ്റഡി ടേബിളാണത്. അവളെ കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റഡി ടേബിളിൽ തന്നെ അങ്ങ് അറേഞ്ച് ചെയ്യാൻ പറ്റാറുണ്ട്. അവളെ ചെരുപ്പും കാര്യങ്ങളാണെങ്കിലും അവളെ ബുക്സും ബാഗും ഒക്കെ ആ ഒരു സ്റ്റഡി ടേബിളിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അവിടെ 1-2 കൊട്ടയൊക്കെ കാണുന്നുണ്ടല്ലേ, അതിൽ മോളെ ടെഡി വെയറും അതുപോലെ ടോയ്സും കാര്യങ്ങളും അവൾ അത്യാവശ്യം വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കൊട്ടയിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂം ഏകദേശം നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, എല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു. ഇനിയിപ്പോൾ ഒന്ന് തുടക്കേണ്ട കാര്യമുള്ളൂ. ഇതാണ് കേട്ടോ നമ്മളെ കിച്ചണ്. നമ്മളെ ചെറിയ കുഞ്ഞു കിച്ചണാണ്. ഇവിടെ തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചെറിയ കിച്ചണാണെങ്കിലും അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ടാണ്. അപ്പോൾ ഗായ്സ്, എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്താ പറയുക, എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? എനിക്ക് പാത്രം കഴുകാൻ മാത്രം ഇഷ്ടമല്ല, ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ ചില സമയത്തൊക്കെ കഴുകാൻ മടി കാരണം ഞാനിങ്ങനെ സിങ്കിലിട്ട് വെക്കും. ലാസ്റ്റ് ഉണങ്ങി പണ്ടാരടങ്ങി പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ എടുത്ത് കഴുകും. വേറെ വഴിയില്ലല്ലോ, ഞാൻ തന്നെ കഴുകിയല്ലേ മതിയാവും. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എടുത്ത് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കഴുകലാണ്. അപ്പോൾ പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ പാത്രം പെട്ടെന്ന് കഴുകി തീരാനുള്ള ഒരു പരിപാടി വീഡിയോ കോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ഫ്രണ്ട്സിനെ ഇങ്ങനെ വിളിച്ചിട്ട് വീഡിയോ കോൾ ഇടും. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാനും പറ്റും, എൻ്റെ പാത്രം കഴുകലും നടക്കും കൂട്ടത്തിൽ. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാര്യം മനസ്സിലായി ഞാൻ ഇതിനാണ് വിളിക്കുന്നതെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എനിക്ക് പാത്രം കഴുകാനുണ്ടല്ലേ അതുകൊണ്ട് വിളിക്കുന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാവണ്ടേ, ഫോൺ എടുക്കുന്നില്ല. എന്നാലും ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെപ്പോലെ വിളിക്കാനല്ല പാത്രം കഴുകാൻ മടിയുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതൊരു അടിപൊളി ട്രിക്കാണ്, പെട്ടെന്ന് കഴിയും പരിപാടി. ഇപ്പം ഞാൻ വീട്ടിൽ ഉമ്മാനെ കേട്ടോ വിളിക്കൽ, കാരണം ഉമ്മയാകുമ്പോൾ ഫോൺ കട്ട് ചെയ്യില്ലല്ലോ. ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ കട്ട് ചെയ്ത് വിട്ടാലും ഉമ്മയാകുമ്പോൾ ജസ്റ്റ് ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ പണി നടക്കും, ഉമ്മാൻ്റെ പണി നടക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗായ്സ് നമ്മൾ ഓരോ ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങളിതിൽ ഷെയർ ചെയ്യട്ടോ, കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളിവിടെ കൊയിലാണ്ടിയാണ് കേട്ടോ താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളിവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെ വീട് പണിയൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയും കൂടി ഉണ്ടാവണം പെട്ടെന്ന് വീട് പണിയൊക്കെ കഴിയാനായിട്ട്. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ വെച്ചാൽ ആ കാണുന്ന ചെടിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. നമ്മളെ ബാമ്പു ചെടിയാണത്. അപ്പം ഞാനത് വാങ്ങിയ സമയത്ത് ചെറിയ ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനധികം വെയിൽ പറ്റൂല. ജനലിൻ്റെ അടുത്തൊക്കെ വെച്ച് കുറച്ചൊന്ന് വെയിലടിക്കുമ്പോഴത്തേക്കാണ് വാടാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കെടുത്ത് റൂമിലൊക്കെ കൊണ്ടുപോയി വെക്കലുണ്ട്. പക്ഷേ എനിക്കിതിനെ കിച്ചണിൽ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതിനെ കാണുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കിച്ചണിൽ തന്നെയാണ് ഇതിനെ വെക്കാറ്. അപ്പോൾ ഏകദേശം എൻ്റെ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്, ഏകദേശം എല്ലാം കഴിയാനായിട്ടുണ്ട്. അപ്പം നമ്മൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു സ്റ്റാൻഡിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളിവിടെ വന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ, അവിടെ താമസിക്കാൻ വന്നപ്പോൾ. അപ്പോൾ ഈ ഒരു ഷെൽഫ് കണ്ടാലറിയാം ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അത്യാവശ്യം ബോട്ടിലും അതുപോലെ നമ്മളെ മസാലപ്പൊടിൻ്റെ അളവുകളൊക്കെ നമ്മൾ ഈ ഒരു ഷെൽഫിൽ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം അത്യാവശ്യം സൗകര്യമുണ്ട്, എല്ലാം വെക്കാനുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കിച്ചണിലെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി സ്റ്റാൻഡൊന്ന് ക്ലീൻ ചെയ്യണം. ആ ഒരു പണിയും കൂടി കഴിഞ്ഞാൽ നമ്മളെ കിച്ചണിലെ പണി കാര്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ഭാരം തന്നെയാണ് കേട്ടോ എനിക്ക് പാത്രം കഴുകൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഇന്നലെ ഒന്നും കൂടി ഒന്ന് തൂത്തുവാരി ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടതാണ്. അപ്പം ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇനി നമുക്ക് ഫ്ലോർ ക്ലീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലോറിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. കാരണം ഫ്ലോറിൽ അധികം കച്ചറ ഉണ്ടായാലുണ്ട്, പ്രത്യേകിച്ച് ഡൈനിങ് ഹാളിലെ ഫ്ലോറ്. കാരണം മോള് അധികം ചോക്ലേറ്റ്സോ അതും ഇതൊക്കെ കൊണ്ടിടുന്നതാണ്. അപ്പം ഫുഡ് കഴിക്കുന്ന തന്നെയാണെങ്കിൽ അധികവും അവിടെ ഇവിടെയൊക്കെ ആവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലോറിൽ അധികം കച്ചറ ഉണ്ടാവും, പ്രത്യേകിച്ച് ഡൈനിങ് ഹാളിൽ കേട്ടോ. റൂമിലൊന്നും അങ്ങനെ കച്ചറയാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യേണ്ടി വരും.
പിന്നെ വെച്ചാൽ അവൾക്ക് ഒരു ഹോബി ഉള്ളത് ചുമരിലും ഫ്ലോറിലൊക്കെ വരഞ്ഞിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അവൾക്ക് പെന്നോ പെൻസിലൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അധികം ഫ്ലോറിൽ വരഞ്ഞിടും, അല്ലെങ്കിൽ ചുമരിൽ വരഞ്ഞിടും. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് പ്രായമെത്തുമ്പോൾ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കുറേയിലിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഹാൾ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സെക്കൻഡ് ബെഡ്റൂമാണ്. അപ്പോൾ സെക്കൻഡ് ബെഡ്റൂം നന്നായിട്ടൊന്ന് തുടച്ച് മിനുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പ്രെയർ റൂമായിട്ടും എല്ലാം നമ്മൾ ഈ റൂം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂം നമ്മൾ എപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിടലുണ്ട് ഫ്ലോറൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മളെ ബാൽക്കണി. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇവിടെയാണ് കേട്ടോ വിരിച്ചിടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ വിരിച്ചിടാൻ വേറെ സ്പേസൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബാൽക്കണി തന്നെയാണ് ഒക്കെ വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് സോഫയിൽ കൊണ്ടിടും. പിന്നെ ഇതാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യം. എൻ്റെ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം ഇതാണ് കേട്ടോ. കൂടുതലും ഡ്രസ്സ് മടക്കി വെക്കാൻ അവരെപ്പോൾ എൻ്റെ കൂടെ ഉണ്ടാവലുണ്ട്. അപ്പം മടക്കി വെച്ചാലും അവളെടുത്ത് കൊണ്ടുവെക്കും. കാരണം ഓരോന്നും ഓരോ സ്ഥലത്താണ് വെക്കുന്നത്, അതൊക്കെ അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ തന്നെ എടുത്ത് എല്ലാ അലമാരയിൽ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോളും. അപ്പോൾ ഡ്രസ്സ് മടക്കി വയ്ക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയൊരു പ്രശ്നം തോന്നലില്ല. ഇപ്പം ഞാൻ സുഖമില്ലാണ്ടായാലും അവൾ തന്നെയാണ് ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നത്. അപ്പോൾ എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ വീട് മൊത്തത്തിലൊന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസത്തിലെ കംപ്ലീറ്റ് കാര്യം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പറ്റുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല ക്ഷീണം പിടിച്ചു കേട്ടോ. അങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് സംഭവമാണ് ഈ ലെമൺ സർവത്ത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നാരങ്ങ പിഴിയുക, കുറച്ച് സർവത്തിൻ്റെ സിറപ്പ് വയ്ക്കുക, നല്ല തണുത്ത വെള്ളം ഒഴിക്കുക, നന്നായിട്ട് ഇളക്കുക, കുടിക്കുക. പെട്ടെന്ന് കഴിയും. കാരണം നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന ടൈം പോലും എടുക്കില്ല, പഞ്ചസാര അലിയേണ്ട ടൈം പോലും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചിരിക്കുമ്പോൾ കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മളിത് ആ വീടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാൻ മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ തിരിച്ചു വരുന്ന എല്ലാവർക്കും ബൈ.